ചക്കയിൽ തുടങ്ങാം. കഴിഞ്ഞ ദിവസം ഇന്നലെ കേരള നിയമസഭയിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ BJPയുടെ വി മുരളീധരനും ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനും എല്ലാ പാർട്ടിയിലെ ആളുകളും കൂടി ചക്ക വിഭവങ്ങൾ കഴിച്ചു. ജാക്ക് പ്രൊമോഷൻ കൗൺസിൽ, അതായത് ജാക്ക് ഫ്രൂട്ട് ചക്ക പ്രൊമോഷൻ കൗൺസിലാണ് ഇത് സംഘടിപ്പിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനിടയിൽ വന്നൊരു സന്തോഷമുള്ള വാർത്ത, ബ്ലഡ് ഷുഗർ, അതുപോലെ BP, ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോളൊക്കെ കുറയ്ക്കുന്നതിന് പച്ചച്ചക്ക വളരെ പ്രയോജനകരമാണെന്ന് ഒരു 5 ഡോക്ടർമാരുടെ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 5 ഡോക്ടർമാരുടെ, റിട്ടയർ ആയ ഒരു ഡോക്ടറുടെയും മറ്റ് 4 ഡോക്ടർമാരുടെ 5 പേരുടെ ഒരു പഠനവും പുറത്തു വന്നിട്ടുണ്ട്. അത് വലിയ വാർത്തയായിട്ടുണ്ട്. പച്ചച്ചക്ക വേറെ ലെവല എന്നുള്ള നിലയിൽ. അപ്പോൾ അത് പൊടി അപ്പം തന്നെ എടുത്ത് ഒരു ദിവസം പോലും വച്ചേക്കാതെ പച്ച ഒരു ദിവസം പോലും വച്ചു പോയാൽ അതിൻ്റെ സ്വഭാവം മാറും, മധുരത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പഴുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ, അത് പഴുക്കുന്നത് ആരംഭിക്കുന്നതിന്, അതായത് അതിനകത്തുള്ള ഗ്ലൂക്കോസ് കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പച്ചച്ചക്ക എടുത്ത് അത് പൊടിച്ച് അത് പ്രഭാത ഭക്ഷണമാക്കി പലർക്കും കൊടുത്ത, പല ഫോമിൽ മാറ്റുമായിരിക്കും കൊടുത്തിട്ടുള്ള, അവരെ പരിശോധിച്ചതിൽ നിന്നാണ് ഈ പഠനമൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. അത് വലിയ രാജ്യാന്തര തലത്തിലൊക്കെ വലിയ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു പച്ചച്ചക്കയുടെ കഥയാണ്. നമ്മൾ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ ഗൗരവതരമായ ചില വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടേ മുമ്പോട്ട് പോകാവൂ. കേരം തെങ്ങും കേരള നാട്ടിൽ കേരം എന്ന് പറയുന്നത് വളരെ സാധ്യതയുള്ള ഒരു മരമാണ്, വൃക്ഷമാണ്, ഒരു ഉൽപ്പന്നമാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ വലിയ വിലയാണ്. സാധാരണ 400 രൂപയാണോ 500 രൂപയാണ് കോക്കനട്ട് ഓയിലിനെങ്കിൽ, വെളിച്ചെണ്ണയ്ക്ക് 4000-5000 രൂപ വിലയുണ്ട്. വെർജിൻ കോക്കനട്ട് ഓയിൽ വലിയ വിലയുള്ള സാധനമാണ്. മുലപ്പാലിന് തുല്യമായി വരുന്ന വസ്തുവാണെന്നാണ് പറയപ്പെടുന്നത്. അത് സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങളുണ്ട്. വെളിച്ചെണ്ണ, കോപ്ര, അത് തുടങ്ങി തെങ്ങിൻ്റെ, പിന്നെ കരിക്ക്, ടെൻഡർ കോക്കനട്ട്, ഇങ്ങനെ തുടങ്ങി ഓല കൊണ്ടുള്ള സംവിധാനങ്ങൾ, അതിൻ്റെ തടി ഫർണിച്ചറുകൾക്കും വീട്ടിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനും കെട്ടിട നിർമ്മാണ രംഗത്തും വലിയ തോതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് തെങ്ങിൻ തടി. അപ്പോൾ തെങ്ങിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റിനെ കുറിച്ച് എന്തുകൊണ്ട് മലയാളി ചിന്തിക്കുന്നില്ല? നമ്പർ 1. നമ്പർ 2, വാഴയുടെ വാല്യൂ ആഡഡ്, വാഴ നാരിൽ നിന്ന് പട്ടുസാരി വരെ ഉണ്ടാക്കാം. നമുക്ക് സ്വർഗം തീർക്കാം കേരളത്തെ. എന്തുകൊണ്ട് ഇത്രയും നമ്മൾ വാഴത്തട ഉപയോഗിക്കുന്നതിനപ്പുറം വാഴ നാര് ഉപയോഗിച്ച് നല്ല ബാഗുകൾ, നല്ല വാനിറ്റി ബാഗുകളും സഞ്ചികൾ, പട്ടുസാരി വരെ ഉണ്ടാക്കാൻ കഴിയുന്ന വലിയ സാങ്കേതിക വിദ്യ രാജ്യത്ത് ലഭ്യമാണ്, തമിഴ്നാട്ടിൽ ലഭ്യമാണ്. എന്തുകൊണ്ട് വാഴയെ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല? ചക്കയുടെ കാര്യവും, വരിക്കച്ചക്കയ്ക്ക് നല്ല വിലയുണ്ട്. കൂഴച്ചക്കയാണെങ്കിൽ ആരും അങ്ങനെ സീരിയസ് ആയിട്ട് ഉപയോഗിക്കുന്നതായി കാണുന്നില്ല. അത് വില കുറഞ്ഞൊരു വസ്തുവാണ്. അതിനെയും ചക്കയെയും ചക്ക പ്രോഡക്റ്റിനെയും എങ്ങനെ പ്രയോജനപ്പെടുത്താൻ? ചക്കക്കുരു വലിയ രൂപത്തിൽ അത് വൈറ്റമിനായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയും. റബ്ബർ കേരളത്തിൽ ഒരു വ്യവസായമായി, റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഇങ്ങനെ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളും നമ്മുടെ ഈ പറയുന്ന റബ്ബർ അടക്കമുള്ള വസ്തുക്കളുടെ യൂണിറ്റുകളും വന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയും. അത് കേവലം ഒരു ക്യാമ്പയിനോ കമ്മിറ്റികളോ കുറച്ച് ബഹളങ്ങളോ ഉണ്ടാക്കുന്നതിനപ്പുറം. കാരണം ഞാനിത് പറയാൻ കാരണം, ചക്ക പ്രൊമോഷൻ കൗൺസിൽ, ജാക്ക് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരു 8-10 വർഷമായി. 10 അല്ല, ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട് തന്നെ 10-15 വർഷമായി. ആദ്യത്തെ കുറച്ചു കാലം വലിയ ബഹളമായിരുന്നു. ഞാനുമൊക്കെ ഒരുപാട് ചക്ക ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു കഴിച്ചു. ചക്ക പായസം, എത്ര തരം പായസം വയ്ക്കും ചക്ക കൊണ്ട്, എല്ലാം വാങ്ങി കഴിച്ചു. ചക്ക കൊണ്ടുള്ള ചക്ക വരട്ട്, ചക്ക കൊണ്ടുള്ള ഒരു ബഹളമായിരുന്നു ചക്കയുടെ. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ 5-6 വർഷം ഇതൊന്നും കേൾക്കാനൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഇന്നലെ വീണ്ടും പെട്ടെന്നൊരു സ്വയംഭൂ പോലെ പെട്ടെന്നിങ്ങനെ വന്നു. അത് വന്നത് നല്ലത് തന്നെ. അതിൻ്റെ ആളുകളെല്ലാം ഒന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. മന്ത്രി പ്രസ്താവന നടത്തിയിട്ടുണ്ട്, ചക്കയെ പ്രൊമോട്ട് ചെയ്യുമെന്ന് പറയുന്നു. ഇതെല്ലാം നല്ലതാണ്. പക്ഷേ വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഫുഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ മനോഹരമായി ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. ഒരു ചിലവല്ല, ഒരു പരിസ്ഥിതി പ്രശ്നവുമില്ല. ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. കേരളീയർക്ക് തന്നെ നല്ല മാർക്കറ്റുണ്ട്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലും മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മലയാളികളുണ്ട്. അവിടെയെല്ലാം തീർച്ചയായിട്ടും
ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരുമുണ്ട്, വലിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരുമുണ്ട്. മലയാളി അസോസിയേഷനുമായി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ലോക മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെടുത്താൽ അവിടെയെല്ലാം ഇതിൻ്റെ ഔട്ട്ലെറ്റുകൾ തുറക്കാൻ പറ്റും. ഈ പറയുന്ന ഫുഡ് പ്രോസസ്സിങ്ങളുടെ ഔട്ട്ലെറ്റുകൾ കേരളത്തിൽ വളരെ വിധത്തിലാണ് പൈനാപ്പിൾ വിളയുന്നത്. എന്തുകൊണ്ടാകുമ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് നമ്മൾ പോകുന്നില്ല. അതുപോലെ തന്നെ പിന്നെ കുരുമുളക് അതിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് കേരളത്തിൽ കിട്ടുന്ന പച്ചക്കറികളും അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ തെങ്ങ്, റബ്ബർ, പിന്നെ ചക്ക, മാങ്ങ തുടങ്ങിയിട്ടുള്ള, പിന്നെ ഈ പൈനാപ്പിൾ തുടങ്ങിയിട്ടുള്ള, കുരുമുളക് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വസ്തുക്കളുടെ മൂല്യവർദ്ധിതമുള്ള വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഫുഡ് പ്രോസസ്സിംഗ് തുടങ്ങിയാൽ വലിയ സാധ്യതയാണ്. നമുക്കല്ലാത്ത വലിയ ഫാക്ടറികൾ തുടങ്ങാൻ കഴിയുന്നതല്ല. പക്ഷേ ഇത് വളരെ വളരെ ട്രേഡ് മാർക്കൊക്കെ വെച്ച് വളരെ മനോഹരമായ അത്യാധുനിക സംവിധാനത്തിലുള്ള ഫാക്ടറി ആയിരിക്കണം. അല്ലാതെ ഈ ബഹളമുണ്ടാക്കി കുറച്ച് വീണ്ടും ഇപ്പോൾ ഒരു തിരയടിക്കും പോലെ, സുനാമി അടിക്കും പോലെ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി എടുക്കണം, സംസ്ഥാന കമ്മിറ്റി എടുക്കണം, കുറേ പരിപാടികൾ നടക്കും. അത് കഴിയുമ്പോൾ വീണ്ടും ഇത് ചക്ക പോലെ കുഴയും. അങ്ങനെ കുഴയ്ക്കാതെ ഇതിന് കൃത്യമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്ന രീതിയിൽ സർക്കാർ തന്നെ പ്രമോഷൻ കൊടുത്ത്, അല്ലെങ്കിൽ സർക്കാർ ധനസഹായം കൊടുത്തുകൊണ്ട് പ്രൈവറ്റ് കമ്പനികളെയും പ്രൈവറ്റ് സ്ഥാപനങ്ങളെയും ഈ ജാക്ക് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ പോലുള്ള സംഘടനകളെയും ഒക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അവർക്ക് പണം അനുവദിച്ചുകൊണ്ട്, ലോൺ എടുക്കാനും പല രൂപത്തിൽ പണവും സാങ്കേതികവിദ്യയും മെഷീനറിയും എല്ലാം അനുവദിച്ചുകൊണ്ട് അവരുടെ നേതൃത്വം ആര് എന്ന് ഗവൺമെൻറ്റിന് തീരുമാനിക്കാം. അതിലെനിക്കൊരു ഓപ്ഷനില്ല, നമുക്കതിനകത്തൊരു ഓപ്ഷനില്ല. പക്ഷേ ഇത് കേരളത്തിൽ വലിയ സാധ്യതയുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ചക്കയിൽ നിന്ന് തുടങ്ങാം. ഇത് കേവലം ഒരു കുറച്ച് ആളുകൾ ആരെങ്കിലും സ്വദേശി ഉൽപ്പന്നം എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു ടീം ചെയ്യുന്നതല്ല, വലിയ സാധ്യതയാണുള്ളത്. അതിനുള്ള കേരള ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്യും എന്ന് വി.ഡി. സതീശൻ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പോരാ. ഫാക്ടറികൾ വ്യത്യസ്ത വിഷയങ്ങളിൽ, വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ, വ്യത്യസ്ത മേഖലകളിൽ നല്ല ഫാക്ടറികളും ഔട്ട്ലെറ്റുകളും തുടങ്ങിയാൽ വലിയ ചിലവാണ് ഇതിന് കിട്ടുന്നത്. അതിലേക്ക് ഗവൺമെൻറ് ചിന്തിച്ചാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. ഈ 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നും 3000 രൂപ ക്ഷേമ പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ആളുകളുടെ കർമ്മശേഷിയും ക്രയശേഷിയും അവരുടെ കഴിവും പ്രയോജനപ്പെടുത്തി രാജ്യത്തിനും സ്റ്റേറ്റിനും വരുമാനമുടം ഉണ്ടാക്കുന്ന പുതിയ പദ്ധതികളിലേക്ക് പോകാൻ സർക്കാരിന് കഴിയട്ടെ. അങ്ങനെ ചക്കയിൽ നിന്ന് തുടങ്ങാം. കഴിയുന്നത്ര ഒരു 4-5 വിഭവങ്ങളെങ്കിലും കേരളത്തിൽ ഗൗരവമായി മൂല്യവർദ്ധിത വസ്തുക്കളാക്കി ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ തുടങ്ങി അതിലേക്ക് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്.